يا أيها النبي إذا جاءك المؤمنات يبايعنك على أن لا يشركن بالله شيئا ولا يسرقن ولا يزنين ولا يقتلن أولادهن ولا يأتين ببهتان يفترينه بين أيديهن وأرجلهن ولا يعصينك في معروف فبايعهن واستغفر لهن الله إن الله غفور رحيم. عن أبي ذر رضي الله تعالى عنه أنه قال: أوصاني خليلي رسول الله صلى الله عليه وسلم ألا تشركن بالله شيئا وإن حرقت أو قتلت أو كما قال رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിനെ അംഗീകരിക്കാൻ, വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത്. എന്നാൽ ഈ അനുഗ്രഹം യഥാർത്ഥ അനുഗ്രഹമായി മാറുന്നത് ഈ അനുഗ്രഹത്തിൻ്റെ സമുന്നതമായ ഫലങ്ങൾ നാം കരസ്ഥമാക്കുന്നത് രണ്ട് അനുഗ്രഹങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ്. ഒന്ന്, ഈ വിശ്വാസവും ബന്ധവും നാം നന്നാക്കുകയും ശരിയാക്കുകയും വേണം. രണ്ട്, ഈ ബന്ധം മരണം വരെയും നിലനിർത്തണം. അതിൻ്റെ ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗം ഈ ബന്ധം നന്നാകുന്നതിന് നാം നമുക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകുടുംബാദികൾക്ക് വേണ്ടി അല്ലാഹുവിനോട് അധികമായി ദുആയിരക്കലും നമ്മളുടെ കഴിവിൽപ്പെട്ട നിലയിൽ പരിശ്രമിക്കലുമാണ്. അതുകൊണ്ട് തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സഹാബത്തിനോട് അവരീ ബന്ധം നല്ല നിലയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന്, നിലനിർത്തുന്നതിന് നിരന്തരം ഉപദേശിക്കുകയും അവരോടും മറ്റുള്ളവരെ ഉപദേശിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഈ വിഷയത്തിലുള്ള വളരെ ആശയസമ്പുഷ്ടമായ ഒരായത്താണ്
പരിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ ജുസുവിലുള്ള മുംതഹിന സൂറത്തിലെ 12-ാമത്തെ ആയത്തായി ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത്. ഈ ആയത്തിന്റെ അവതരണത്തിൽ വലിയൊരു പശ്ചാത്തലമുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ പരിശ്രമങ്ങൾ നടത്തുകയും സാഹചര്യം വളരെ പ്രതികൂലമായപ്പോൾ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം മദീന മുനവ്വറയിൽ വരികയും ചെയ്തു. എന്നാൽ ശത്രുക്കൾ, പൈശാചിക ശക്തികൾ മദീനയിലും മര്യാദയ്ക്ക് നിൽക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഏതാനും പോരാട്ടങ്ങളും നടന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹീതമായൊരു സ്വപ്നം ദർശിക്കുകയുണ്ടായി. തൗഹീദിന്റെ കേന്ദ്രമായ മക്ക മുക്കർറമയിൽ കഅബ ഷരീഫയിൽ പോയി ഉംറയുടെ അമലുകൾ നിർവഹിച്ച് സന്തോഷിക്കുന്നതായി സ്വപ്നം കണ്ടു. പ്രവാചകന്മാരുടെ സ്വപ്നം സത്യമായ സന്ദേശമാണ്. അതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് സഹാബത്തിൽ ഉള്ളവരെയും കൂട്ടി അവിടെ ബലിയറുക്കാനുള്ള മൃഗങ്ങളെയും വഹിച്ചുകൊണ്ട് മക്ക മുക്കർറമയിലേക്ക് യാത്രയായി. ഇന്നത്തെ സുന്ദരമായ വഴിയിലും മദീനയിൽ നിന്നും മക്കയിലേക്ക് 450 കിലോമീറ്ററോളമുണ്ട്. അതിൽ ബഹുഭൂരിഭാഗവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താണ്ടി ജിദ്ദയിൽ നിന്നും ഇന്ന് ഹാജിമാർ മക്കയിലേക്ക് പോകുമ്പോൾ പരിശുദ്ധമായ ഹറമിന്റെ ഒരു അതിർത്തിയുണ്ട്. ഹുദൈബിയ എന്നാണ്, ഷുമൈസ് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ എത്തിയപ്പോൾ മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, സഹോദരങ്ങളെ, ഞങ്ങൾ വഴക്കനും വയ്യാവേലിക്കും വന്നതല്ല, ഈ നാട് പിടിച്ചടക്കാനും വന്നതല്ല. ഉംറ ചെയ്യണം, ഈ മൃഗങ്ങളെ ബലിയെറുക്കണം, ഞങ്ങൾക്ക് മടങ്ങിപ്പോകണം. ഇല്ല, പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, എന്താണെങ്കിലും ഞങ്ങളത് നിർവഹിക്കും. ഇനി അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ ഭവനത്തിന്റെ ആദരവ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ വല്ല സന്ധികളും ചെയ്യാൻ തയ്യാറായാൽ ഞാൻ അതിന് സന്നദ്ധനാകാം. അങ്ങനെ നീണ്ട സംസാരത്തിന് ശേഷം ഒരു സന്ധി നടന്നു. ഈ വർഷം എന്താണെങ്കിലും പോയേ പറ്റൂ, അടുത്ത വർഷം വേണമെങ്കിൽ 3 ദിവസത്തേക്ക് വന്നുകൊള്ളിൻ. ഞങ്ങളിൽ ആരെങ്കിലും മുസ്ലിമായി വന്നാൽ അവരെ തിരിച്ചുവിടണം, നിങ്ങളിൽ ആരെങ്കിലും നിഷേധിയായി വന്നാൽ തിരിച്ചുവിടുന്നതല്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് അതിനെല്ലാം സമ്മതം കൊടുത്തു. അങ്ങനെ തങ്ങൾ മടങ്ങി. അടുത്ത വർഷം പോയി ഉംറ ചെയ്തു തിരിച്ചു വന്നു. എന്നാൽ ഇസ്ലാമിന്റെ സന്ദേശം മക്കത്ത് പ്രചരിക്കുമായിരുന്നു. ഇസ്ലാം എന്നാൽ സുഗന്ധമാണ്, ഖുർആൻ എന്നാൽ വസന്തമാണ്, ഹദീസ് എന്നാൽ സൗന്ദര്യമാണ്. സുമനസ്സുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കി വരുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവരെയെല്ലാം തിരിച്ചുവിടുമായിരുന്നു. എന്നാൽ അവരിൽ വലിയൊരു വിഭാഗം വേറൊരു സ്ഥലത്ത് പോയി തമ്പടിച്ച് അവർ സംഘടിച്ചു എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ ഈ നിലയിൽ
ഏതാനും സ്ത്രീകളും മക്ക മുക്കറമയിൽ നിന്നും മദീന തയ്യിബയിലേക്ക് ഹിജ്റ ചെയ്തു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചയക്കണമോ വേണ്ടയോ? കാരണം കരാറിൽ ആരെങ്കിലും വന്നാൽ അവരെ തിരിച്ചയക്കാമെന്നാണുള്ളത്. അത് പ്രധാനമായും പുരുഷന്മാർക്കാണ് ബാധകം. അതുകൊണ്ട് ഈ സ്ത്രീകളെ തിരിച്ചയക്കണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ആയത്തിറങ്ങി. ആയത്തിന്റെ ആശയം, യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ, ഇദാ ജാഅകൽ മുഅ്മിനാത്ത്, താങ്കളുടെ അരികിൽ സത്യവിശ്വാസം സ്വീകരിച്ച സ്ത്രീകൾ വന്നാൽ, യുബായിഅനക അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ, താഴെ പറയുന്ന കാര്യങ്ങളിൽ അവർ പ്രതിജ്ഞ ചെയ്താൽ, അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ, അല്ലാഹുവിനോടൊരു വസ്തുവിനെയും പങ്കു ചേർക്കുകയില്ല, വലാ യസ്രിഖ്ന, മോഷണം നടത്തുകയില്ല, വലാ യസ്നീൻ, വ്യഭിചരിക്കുകയില്ല, വലാ യഖ്തുൽന ഔലാദഹുൻ, അവരുടെ മക്കളെ കൊല്ലുകയില്ല, വലാ യഅതീന ബിബുഹ്താനി യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിൻ, അപരാധങ്ങൾ പറയുകയില്ല, വലാ യഅസീനക ഫീ മഅറൂഫ്, നല്ല കാര്യങ്ങളിൽ താങ്കളോട് എതിര് പ്രവർത്തിക്കുന്നതല്ല എന്നീ കാര്യങ്ങളുടെ മേൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവർ വന്നാൽ, ഫബായിഉഹുൻ, താങ്കൾ അവരുടെ പ്രതിജ്ഞ സ്വീകരിക്കുകയും, വസ്തഗ്ഫിർ ലഹുന്നല്ലാഹ്, അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും വലിയ കാരുണികനുമാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമാകുക മാത്രമല്ല, ദീനിനു വേണ്ടി വലിയ ത്യാഗം സഹിച്ച് നാടും വീടും വിട്ടും വന്ന സ്ത്രീകളോട് 6 ഉപദേശങ്ങൾ നടത്തിയിരിക്കുന്നു. ആ മഹത്തുക്കളെ പറ്റിയുള്ള അവതരണത്തിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും, ഈ ഉപദേശങ്ങളൊന്നും ആവശ്യമില്ലാത്തവരാണ് തൗഹീദിൽ പ്രവേശിച്ചവർ, മോഷണങ്ങൾ നടത്താത്തവർ, വ്യഭിചാരത്തെപ്പറ്റി ചിന്തിക്കാത്തവർ, മക്കളെ കൊല്ലാത്തവർ, അപരാധങ്ങൾ പറയാത്തവർ, അനുസരണയുടെ പര്യായങ്ങൾ അവരോട് അല്ലാഹു തആല ഈ ഉപദേശം നടത്തിയെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഈ ബന്ധം പരിപൂർണമാക്കാനും അതുപോലെ മറ്റുള്ളവരുടെ ബന്ധം ശരിയാക്കാനും നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുകയും ദുആയിരക്കുകയും പരിശ്രമിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ മഹാന്മാരായ മുൻഗാമികൾ പ്രത്യേകിച്ചും ഈ 6 കാര്യങ്ങൾ സ്ത്രീജനങ്ങളോട് ഉപദേശിക്കുമായിരുന്നു. എല്ലാവർക്കുമുള്ള ഉപദേശമാണ്, എങ്കിലും സ്ത്രീജനങ്ങളോട് പ്രത്യേകിച്ചും ഈ ഉപദേശങ്ങൾ നടത്തുമായിരുന്നു. ഇന്ത്യ രാജ്യത്ത് അതിമഹത്തായ നവോത്ഥാന പരിശ്രമങ്ങൾക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത മഹാൻ ഷേഖ് അഹമ്മദ് സർഹിന്ദി മുജദ്ദിദ് അൽ-ഫസാനി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിശ്രമ മേഖല മാധ്യമം കത്തുകൾ അയക്കലായിരുന്നു. ബലാഗ് മാസികയിൽ അതിന്റെ വിവരണം വരുന്നുണ്ട്. അതിൽ ഒരു കത്ത് മഹാനവറുകളെ ബൈഅത്ത് ചെയ്ത അദ്ദേഹവുമായി ആത്മീയ ബന്ധം സ്ഥാപിച്ച
ഒരു സ്ത്രീക്കെഴുതിയ സുദീർഘമായ കത്താണ്. ആ കത്തിൽ ഈ 6 കാര്യങ്ങളും അക്കമിട്ട് വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുജദ്ദിദ് അൽ-ഫത്താനി ഷെയ്ഖ് അഹ്മദ് സർഹിന്ദി എന്ന മഹാൻ മുസ്ലിമീങ്ങളിലെ എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഒരു വലിയ മഹാൻ കൂടിയാണ്. അള്ളാഹു മഹാനവറുകളെയും എല്ലാ മഹാത്മാക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ആ കത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ആയത്തിന്റെ ചെറിയ വിശദീകരണം നടത്തുകയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. അള്ളാഹു ശരിയായ നിലയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.